എൻ്റെ ആദ്യത്തെ പടം ഒരു വർഷം ഓടി. ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ ഫോളോവേഴ്സ് എനിക്കുണ്ടായി. എല്ലാ സ്റ്റുഡൻസും മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരും കോളേജ് ബോയ്സ് അല്ലല്ലോ, ഞങ്ങളുടെ അമ്മയിലെ മെമ്പേഴ്സിനെ. ഞങ്ങളൊരു ഇൻഡസ്ട്രി, ഒരു ഫാമിലിയുടെ ഒരു സാരമായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഇപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഫാമിലി സ്റ്റോറീസ്. അതിന് നല്ലൊരു സിനിമയാണ് ആക്ച്വലി മറ്റേ കോവിഡിൻ്റെ സമയത്ത് വന്ന ഹോം. അതിൻ്റെ പേര് തന്നെ ഹോം എന്നാണ്. ഒരു ഫാമിലി എന്ന് തന്നെയാണ്, ഒരു വീട്. ജോജുവിനെ ഒന്ന് ഒരു സ്റ്റാറാക്കി മാറ്റിയ ഒരു പടമാണ്. എനിക്ക് ജോജുവിനെ ഒരുപാട് വർഷമായിട്ട് തന്നെ അറിയാം. ഞാൻ കിളിബോയിൽ വെച്ചാണ് കൂടുതൽ അടുത്തത്. ബേസിക്കലി ഒരു ആക്ടർ സംബന്ധിച്ചോളം ഒരു വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മാറിയ കാലഘട്ടത്തിൽ ഒരുപാട് വർക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി പോയി. പല കാരണങ്ങളാണ്. സിനിമയുണ്ട്, എന്നാലും സിനിമയില്ലാതായിരുന്നു. പണ്ട് അങ്ങനെയല്ലായിരുന്നു. സ്ഥിരമായിട്ട് നിന്ന് ആർട്ടിസ്റ്റുകളെ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. പെട്ടെന്ന് ആരെ വേണമെങ്കിലും നമുക്ക് അഭിനയിപ്പിക്കാം. അത് ആരെ വേണമെങ്കിലും അഭിനയിച്ചാലും പുതിയ മുഖങ്ങൾ വന്നിട്ട് എടുക്കാൻ തയ്യാറായി. ബേസിക്കലി നല്ല സിനിമ എന്ന് പറയാം. ഞാൻ ഈ ചോദിക്കണതിനകത്തേക്ക് ഇൻഡസ്ട്രി ബേസ്ഡ് സിനിമ, കൊമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ സിനിമ എന്ന് നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിളിക്കുക? എനിക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. നമ്മൾ ഈ സിനിമകൾ എന്തിനാണ്? നമ്മളതിന് ജനകീയമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവർ പോപ്പുലർ ആവണം. ഇടുക്കിനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു ഇടുക്കി കൊണ്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് പേര് ഇടുക്കിയിലേക്ക് പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഒരേ സമയം സൂപ്പർ സ്റ്റാറായും ബിസിനസ്മാനായും ഇന്റീരിയർ ഡിസൈനറായും ബൈക്കറായും പിന്നെ വലിയൊരു ഫിലിം സ്റ്റുഡൻറ്റുമായും ജീവിക്കുക അത്ര എളുപ്പമല്ലാത്തൊരു ജീവിതമാണ് രവീന്ദ്രൻ എന്ന ആക്ടർ ജീവിക്കുന്നത്. രവീന്ദ്രൻ എന്ന് പറയുന്നതിനോടൊപ്പം ഡിസ്കോയും കൂടി ചേർത്താൽ മലയാളികൾക്ക് സുപരിചിതനാണ്. നമസ്കാരം. നമസ്കാരം. സൂപ്പർ സ്റ്റാർ ഒന്നും പറയണ്ട, ഞാനൊരു അഭിനേതാവായിരുന്നു പറയാം. അതല്ലേ എളുപ്പം. ഓക്കെ. ഈ കമലഹാസനോടൊപ്പം ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? അങ്ങനെയല്ല. എൻ്റെ ആദ്യത്തെ പടം ഒരു വർഷം ഓടി. പെട്ടെന്ന് ഞാൻ ഒരു തലരാകും. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ ഫോളോവേഴ്സ് എനിക്കുണ്ടായി. എല്ലാ സ്റ്റുഡൻസും മീൻസ് 80-90% ഓൾ കോളേജ് ക്യാമ്പസ് സ്റ്റുഡൻസ് ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഗുണം കിട്ടിയെന്നറിയാം. എല്ലാ പടം ഓടി. അതോടെ അഡ്വർടൈസ് പനിനീർ. അത് തന്നെ. ടി രാജേന്ദ്രൻ ഡയറക്ട് ചെയ്തത്. ടി രാജേന്ദ്രന്റെ ഫസ്റ്റ് പടമായിരുന്നു. അത് നന്നായിട്ട് ഓടി. വസന്ത എപ്പോഴും വിജയനും ഞാനും അഭിനയിച്ചൊരു പടമായിരുന്നു. അത് കഴിഞ്ഞ് കമലഹാസന്റെ കൂടെ അത് റിലീസായി, രാമലക്ഷ്മണൻ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. 40 അതെല്ലാം വെച്ചാൽ ഓക്കെ. അതിലേക്ക് നമ്മളിലേക്ക് വരാം. ഇൻട്രോ പറഞ്ഞപ്പോ സൂചിപ്പിച്ചതേ ഫാമിലി സ്റ്റോറീസുമായി ബന്ധപ്പെട്ട UAE മെട്രോ ഫിലിം കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ശ്രീ മോഹൻലാൽ ചെയർമാനായിട്ടുള്ള കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ഞങ്ങൾ UAE ബേസ്ഡ്, ഇപ്പം ബഹ്റിൻ ബേസ്ഡ് ആണ്. കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ 10ാം അധ്യായത്തിനോടനുബന്ധിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ടിരുന്നപ്പോഴാണ് ലാലുമായിട്ട്, മോഹൻലാൽ എൻ്റെ ചെയർമാനുമായിട്ട് ഇതിനകത്തൊരു പ്ലാനിങ് വന്നത്. അത് ഞങ്ങൾ അമ്മയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം, ഒരു ഫിലിം ആക്കാം, ആന്തോളജി ഫിലിം ആക്കുമ്പോൾ ഒരുപാട് പേർക്ക് ചാൻസ് കിട്ടും. ഇത് നമ്മൾ മാഗ്ഡയായിട്ട് സംസാരിച്ചു. ഞാൻ മാഗ്ഡയിലും കൂടി മെമ്പറാണ്. കഴിഞ്ഞ ഏറ്റവും കൂടുതൽ അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ടോക്ക് നടന്നത് എനിക്കങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ, അതിന് ഏകദേശം കഴിഞ്ഞ ജൂൺ തൊട്ടിട്ട് നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ സെപ്റ്റംബർ ആകുമ്പോൾ അതിൻ്റെ ഒരു 30ാം വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ ഏകദേശം ഒരു ധാരണ എത്തി. ഇനിയിപ്പോൾ ഒരു വർഷമായിട്ട് നമ്മളിത് മനസ്സിൽ കിടക്കുന്ന ഒരു പ്രോജക്റ്റാണത്. പക്ഷെ ഇതിനകത്തുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ ഉള്ള ഒരു ഡിഫിക്കൽട്ടി എങ്ങനെ തരണം ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വശം അതായിരുന്നു നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിന് ഇപ്പം നമ്മൾ പല സൊല്യൂഷൻസും കണ്ടെത്തി കഴിഞ്ഞു. അതിനോട് നമ്മളോട് സഹകരിക്കാനായിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്ന മെക്കാട്ടിയൻ, പത്മകുമാർ, അതേപോലെ GS വിജയൻ, അതേപോലെ തന്നെ രമേഷ് പിഷാരടി, അതേപോലെ
ജിബു ജേക്കബ്, വെള്ളിമൂങ്ങ ചെയ്ത ജിബു ജേക്കബ്. പിന്നെ ക്യാമറമാന്മാരെ പി സുകുമാരൻ, അളകപ്പൻ, അങ്ങനെ സൗണ്ട് ഡിസൈനറായിട്ടുള്ള അരുൺ വർമ്മ, ഡയറക്ടറായിട്ടുള്ള സന്തോഷ് വർമ്മ, അങ്ങനെ ഇവരെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ടും അതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ മൺസൂൺ സിനി ഫെസ്റ്റ് ആയിട്ടും ഞാൻ ചെയ്യുന്ന എൻ്റെ അക്കാഡമിക്കൽ പ്രവർത്തനവും എൻ്റെ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവരായിരുന്നു. മെക്കാട്ടിൻ തൊട്ട് എനിക്ക് മെക്കാട്ടിനൊക്കെ ഞാൻ ചെയ്ത 2007 ചെയ്ത പത്മരാജൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ട് പത്മരാജനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നതിലൂടെയാണ് മെക്കാട്ടിൻ ഞങ്ങളുടെ ഈ സംരംഭവുമായിട്ട് വന്നിട്ട് ചേരുന്നത്. അങ്ങനെ ഒരുപാട് നാളത്തെ ഞങ്ങൾ ഇതിനകത്തുള്ള ഒരു പരിചയം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തിക്കെടുക്കാം എന്ന് പറയും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സുരേഷുമായിട്ട് സംസാരിക്കുമ്പോൾ സുരേഷ് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെ സഹകരിക്കുക, മേലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. അത് പുള്ളിയുടെ ഒരു നല്ല മനസ്സ്. അങ്ങനെ ഒരു രീതിയിലേക്ക് വരികയും ഫിലിം ചേംബറുമായിട്ട് സംസാരിച്ച് അവരും ഇതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറാവുകയും അങ്ങനെ ഇത് അമ്മയിലേക്ക് മോഹൻലാൽ ഇത് അവതരിപ്പിക്കുകയും അമ്മയും അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പുറപ്പെട്ടത്. അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് തന്നെ. ഫാമിലി സ്റ്റോറീസ് എന്നാണല്ലോ. യെസ്, ഫാമിലി സ്റ്റോറീസ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഫാമിലി സ്റ്റോറീസ് തന്നെ പറയണം നിർബന്ധം? രണ്ട് കാര്യമുണ്ട്. ഇറ്റ്സ് എ മെറ്റഫോർ. ഞങ്ങളൊരു ഇൻഡസ്ട്രി ഒരു ഫാമിലിയുടെ ഒരു സാരമായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഇപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഫാമിലി സ്റ്റോറീസ്. കാരണം ബേസിക്കലി ഫാമിലി ബന്ധങ്ങളെ കുറിച്ചൊക്കെ വരുന്ന സിനിമകൾ കുറച്ച് കുറവായി. അതിന് നല്ലൊരു സിനിമയാണ് ആക്ച്വലി മറ്റേ കോവിഡിന്റെ സമയത്ത് വന്ന ഹോം. അതിന്റെ പേര് തന്നെ ഹോം എന്നാണ്. ഒരു ഫാമിലി എന്ന് തന്നെയാണ്, ഒരു വീട്. ആ വീടിന്റെ ഒരു ബേസ് ചെയ്തിട്ടൊരു കഥയായിരുന്നു. പക്ഷെ പിന്നീട് നോക്കുകയാണെങ്കിൽ അത്തരം സിനിമകൾ വളരെ കുറഞ്ഞു പോയി യഥാർത്ഥത്തിൽ. ആ സിനിമയാണ് ആക്ച്വലി ഇന്ദ്രൻസിന് ഒരു ഭയങ്കര മാറ്റം തന്നെ ഉണ്ടാക്കിയൊരു സിനിമ തന്നെ. വിജയബാബുവിൻ്റെ ഒരു കൺസെപ്റ്റാണ് ശരി. സോ ലൈക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ അല്ലെങ്കിൽ ആവശ്യം ഉള്ള ഒന്ന് തന്നെയാണ് ഫാമിലി സ്റ്റോറീസ്. രണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരും കോളേജ് ബോയ്സ് അല്ലല്ലോ, ഞങ്ങളുടെ അമ്മയിലെ മെമ്പേഴ്സിനെ. കാരണം നമ്മൾ ഉപയോഗിക്കുന്നവർ ഒരു കാലത്ത് 10, 50, 60 സിനിമകൾ ചെയ്തവരാണ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. സോ അവർ ക്യാരക്ടർ റോൾസുകൾ ചെയ്യാൻ വളരെ മിടുക്കരായിട്ടുള്ളവരാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. രണ്ടാമത് ഓർമ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് ഇതിനകത്തുള്ളത്. അവരെ ഓർമ്മയിലേക്ക് എത്തിക്കുക, ജനമനസ്സിന്റെ ഓർമ്മയിലേക്ക്. അതെ, വിസിബിലിറ്റി അല്ല, അവരിലൂടെ നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഒരു വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ബേസിക്കലി ഒരു ആക്ടർ സംബന്ധിച്ചോളം ഒരു വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മാറിയ കാലഘട്ടത്തിൽ ഒരുപാട് വർക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി പോയി പല കാരണങ്ങളാൽ. സിനിമയുണ്ട്, എന്നാലും സിനിമയില്ലാതാനും. കാരണം ഇപ്പോൾ ഇരിക്കുന്നതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ബാക്കി എല്ലാ മേഖലയിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, അസോസിയേഷൻ്റെ മെമ്പേഴ്സ് വേണം പങ്കെടുക്കാൻ, അല്ലേ? അല്ലേ? ഇവൻ കാർ ഡ്രൈവർ ആയാലും ശരി വന്നിട്ടുള്ളതിനകത്ത് ഇൻഡസ്ട്രിയിലുള്ള ആണെങ്കിൽ അല്ല, അവർക്ക് കാർഡ് വേണം. പക്ഷെ ആക്ടേഴ്സിനെ സംബന്ധിച്ചോളം വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചോളം ഒരു ഫ്രീഡം ഉണ്ട്. അവർക്ക് ആരെ വേണമെങ്കിലും ഒരു ഡയറക്ടറായിട്ട് പുതിയ ഡയറക്ടർ കയറി വരാം, പുതിയ റൈറ്റർക്ക് വരാം. ടെക്നീഷ്യൻസിന് മാത്രമേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഇത്തരം ഈ സന്ദർഭത്തിൽ ആക്ടേഴ്സ് ഇവർ വേണം നിർബന്ധമില്ലാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ ആരെ വേണമെങ്കിലും അവർക്ക് അവരുമായിട്ടുള്ള പരിചയമുള്ള ആൾക്കാർ വെക്കേണ്ട ഒരു സാധ്യത ഇപ്പൊ തുറന്നു വന്നേക്കുവാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു, സ്ഥിരമായിട്ട് നിന്ന ആർട്ടിസ്റ്റുകളെ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, പെട്ടെന്ന് ആരെ വേണമെങ്കിലും നമുക്ക് അഭിനയിപ്പിക്കാം. അത് ആരെ വേണമെങ്കിലും അഭിനയിച്ചാലും പുതിയ മുഖങ്ങളിൽ വന്നിട്ട് എടുക്കാൻ തയ്യാറായി. അപ്പൊ അത് വളരെ നല്ലതാണ്, അത് തെറ്റെന്നുള്ളതല്ല. പക്ഷെ അതേസമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമായിട്ട് ജീവിക്കുന്ന, അതേ ലേബലിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആക്ടേഴ്സ്, അത് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരല്ല. വർഷങ്ങളായിട്ട് ആക്ടിങ് മാത്രമായിട്ട് ജോലി ചെയ്യുന്ന അവർക്ക് പെട്ടെന്ന് വന്ന് ഒരു എയർ പോക്കറ്റിൽ വീണ പോലെ ആയിപ്പോയിട്ടുണ്ട് പലർക്കും. അവരെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്.
അവർക്ക് അവസരം കൊടുക്കുന്നതിനോടൊപ്പം ഇപ്പോ അവരുമായിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചുള്ളതല്ലേ, ഞങ്ങൾക്ക് എപ്പോഴും സംസാരിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരല്ലേ. അപ്പൊ അവരെ പ്രശ്നങ്ങൾ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ കുറച്ചു പേരുടെ ആക്ച്വലി ഈ ഐഡിയ വന്ന അവരിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാം, അവർക്കൊരു ജോലി വേണം. അത് എന്താണ് അതിനുള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എങ്ങനെ ഏത് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും ഞാൻ ഈ ഫെസ്റ്റിവൽസും ഞാൻ ഈ ഷോർട്ട് ഫിലിംസുകൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ബേസിക്കലി എന്താന്ന് പറഞ്ഞാലും അവിടെ നിന്നാണ് നമ്മൾ ഈ ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ശരിക്കും അവർ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ ഷോർട്ട് ഫിലിംസിൽ നമുക്ക് വേതനം കൊടുത്തുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോവുകയാണ്, ഒരു തിയേറ്റർ എക്സ്പോഷർ ഒന്നും അവർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുമായിട്ട്. ഞാൻ അന്നൊക്കെ ഇവരൊക്കെ ബിസി ആയിരുന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ. അപ്പൊ എനിക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഞാനന്ന് അഭിനയിക്കാറുണ്ടായിരുന്നില്ല, ആ സമയത്തൊക്കെ ഇവർ ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ ഇടുക്കി ഗോൾഡിനാണല്ലോ, ഞാൻ പറയാം ഇടുക്കി ഗോൾഡിന് മുമ്പ് ഉള്ളവരും ഉണ്ട് ഇതിനകത്ത് ശരിക്കും ബിസി ആയിരുന്നവർ. 90 തൊട്ട് ബിസി ആയിരുന്ന ആൾക്കാർ എല്ലാം 10, 50, 60 പടങ്ങൾ ചെയ്തവരുണ്ട്, എനിക്കറിയാവുന്നവർ. ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. അപ്പൊ അവരെല്ലാം ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ട് ജനങ്ങളാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ട്രെൻഡ് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതിനകത്തേക്ക് വന്നിട്ട്, അല്ലാതെ വേറൊന്നല്ല. അപ്പോൾ ബേസിക്കലി ഇതാണ് അതിന്റെ ഒരു പാശ്ചാത്തലം. ഈ ഇപ്പൊ ഫിലിം സ്റ്റോറീസ് തന്നെ പറയണമെന്ന് പറയുമ്പോഴേ ഇപ്പോ ബന്ധങ്ങളുടെ കഥകൾ പറഞ്ഞു, സിനിമയിലെ വയലൻസ് വല്ലാതെ കൂടി, വയലൻസ് ആളുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു വിമർശനം കൂടി ഉണ്ടല്ലോ. അതിനൊരു ബദലായിട്ടായിരിക്കോ? ഇതൊന്നിനും ബദലല്ല യഥാർത്ഥത്തില്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയുടെ പടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫാമിലി സ്റ്റോറീസിന്റെ ആവശ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് ഇവിടെ വന്നിട്ടുള്ള അതിനൊരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഡെഫിനറ്റായിട്ട് അങ്ങനത്തെ ഒരു ഫിലിം ഇവരെല്ലാം വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ നമ്മൾ കണ്ടുകൊണ്ട് ഈ ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്തു. ഫാമിലി സ്റ്റോറീസ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ഇങ്ങനെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള 5 സ്റ്റോറീസ്, കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള 5 സ്റ്റോറീസ്, അങ്ങനെ അതിനെ ആന്തോളജി ആക്കാൻ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. 5 വിവിധ സ്റ്റോറികൾ വരും, അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ തന്നെ ഇതിനകത്ത് ഉണ്ടാവും. കൊച്ചി ഒരു കഥാപാത്രമാവും, കോഴിക്കോട് ഒരു കഥാപാത്രമാവും, തിരുവനന്തപുരം ഒരു കഥാപാത്രമാവും, പിന്നീട് അല്ലെങ്കിൽ ഒരു മധ്യ കേരള അല്ലെങ്കിൽ ലൈക്ക് മലബാർ ഏരിയ അതൊരു കഥാപാത്രമാക്കി, അങ്ങനെ വിവിധ മേഖലകളെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെതായ കഥകൾ പറയാൻ സാധിക്കും. അതിൻ്റെ മണ്ണിൻ്റെ കഥ നമുക്ക് പറയാൻ സാധിക്കും. അത് മനസ്സിലായോ ഞാൻ പറഞ്ഞ? അങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുകയാണ്. അതാണ് നമ്മൾ എടുക്കുന്നതിനകത്ത്. ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല പുറം ലോകത്തിലേക്കും ഇത് വന്നിട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം കേരളത്തിനെ മനസ്സിലാക്കാനും കേരളത്തിന്റെ കൾച്ചർ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അങ്ങനെ ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് സിനിമയുടെ വന്നിട്ടുള്ള ഒരു ആവിർഭാവമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഈ ഇൻഡിപെൻഡന്റ് സിനിമ ലൈക്ക് ബിഗ് ബഡ്ജറ്റ് അല്ലാത്ത, ബിഗ് ആക്ഷൻ ഓറിയന്റഡ് അല്ലാത്ത ഒരു മീഡിയം റേഞ്ചുള്ള അങ്ങനത്തെ വന്നിട്ടുള്ള ഒരു മെലാങ്കോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് ഉള്ള അത്തരം കഥകളുടെ ഫാമിലി സ്റ്റോറീസ്, ഫാമിലിയുടെ വന്നിട്ടുള്ള ബന്ധങ്ങൾ, അതിനകത്തുണ്ടാവുന്ന നർമ്മങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള സ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും എല്ലാത്തിനെയും നമ്മൾ ഡീൽ ചെയ്തുകൊണ്ട് അത് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ കൾച്ചർ അതിൻ്റെതായിട്ട്, അത് ഏത് ഭാഗത്താണോ നടക്കുന്നത് അതിൻ്റെതായ കൾച്ചർ അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിരിക്കും. അതെല്ലാം വരുന്ന ഒരു സിനിമേനെയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് കൊച്ചിനെ ബേസ് ചെയ്തത് 5 ഫാമിലി. അപ്പൊ അതിന് കൊച്ചിയുടെ പല കാര്യങ്ങളും അതിനകത്ത് വരും. തിരുവനന്തപുരത്ത് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തിന്റെ പല കാര്യങ്ങളും അതിലൂടെ വരും. കോഴിക്കോട് വരുമ്പോ കോഴിക്കോടിന്റെ പല കാര്യങ്ങളും സീരീസ് ആണ്. അപ്പൊ ഇതൊരു നമ്മൾ തുടക്കി വെച്ചിരിക്കുന്ന അത് തന്നെ അതൊരു 3 സിനിമ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു
മാക്സിമം ആൾക്കാർക്ക് ഇതിനകത്തേക്ക് ഒരു കാര്യം ഇപ്പൊ ഉണ്ടാകും. തെരഞ്ഞെടുത്തിട്ടുള്ള സംവിധായകരെ പറ്റി ചോദിച്ചാലേ, ഇപ്പൊ ആ. ഓരോരുത്തരുടെയും ഒരു ഫിലിം സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ രവീന്ദ്ര സാറിന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു ഘടകം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദിച്ചോട്ടെ. ചോദിച്ചോ, നിങ്ങൾക്ക് ചോദിക്കാണ്ട് ചോദിക്കാം, ഞാൻ എന്റെ ഉത്തരം പറയാം. മെക്കാർട്ടിന് എന്താ സ്പെഷ്യൽ ആക്കുന്നത്? മെക്കാർട്ടിന് എത്ര ഹിറ്റ് കൊടുത്ത ആളാണ്, നിങ്ങൾ മനസ്സിലായില്ലേ? ഇന്നും വന്നിട്ട് നമ്മള് ഒരു യൂട്യൂബ് എടുത്ത് നിങ്ങൾ വാളിൽ കണ്ടു കഴിഞ്ഞാല് എങ്ങനെ നിങ്ങളൊരു 5 മിനിറ്റ് സ്ക്രോൾ ചെയ്താൽ അല്ലെങ്കിൽ 2 മിനിറ്റ് സ്ക്രോൾ ചെയ്താൽ പഞ്ചാബി ഹൗസിലെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വരും, അല്ലേ? ഇല്ലേ, വരില്ലേ? ആ, അപ്പൊ ഇവരുടെ ബേസിക് ആയി ഇവരുടെ എത്രയോ പടങ്ങൾ വന്നിട്ടുള്ളതിനകത്തേക്ക് തെങ്കാശിപട്ടണം ഹിറ്റ് പടങ്ങൾ കൊടുത്ത് അതിന്റെ കോമഡികൾ രസിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരല്ലേ, അല്ലേ? ഉണ്ട്. അപ്പൊ പിന്നെന്താണ് അതിനകത്തുള്ള മെക്കാർട്ടിനെ സ്പെഷ്യൽ ആക്കുന്നത്? കോമഡി മാത്രമല്ല, പുള്ളിയുടെ ഇതിനകത്ത് കോമഡിയും അതിനകത്തൊരു സെന്റിമെന്റും ഒരു ഡ്രാമ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജോണറല്ലേ പത്മകുമാർ. ആ, പത്മകുമാർ അന്നും ഹിറ്റ് കൊടുത്തിട്ടുണ്ട്, ഈയിടയ്ക്കും ജോസഫ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താ ഞാൻ പറയണ്ടേ? പത്മകുമാറിന്റെ വിഷ്വൽ ലാംഗ്വേജിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അല്ല, ഞാനിപ്പോ സമീപകാലത്തെ പടം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജോസഫ് വന്നിട്ട് ജോജുവിനെ വന്ന് ഒരു സ്റ്റാറാക്കി മാറ്റിയ ഒരു പടമാണ്, അല്ലേ? എനിക്ക് ജോജുവിനെ ഒരുപാട് വർഷമായിട്ട് തന്നെ അറിയാം. ഞാൻ കിളിബോയിൽ വെച്ചാണ് കൂടുതൽ അടുത്തത്. അതിന് ഒരു ഫാമിലി സ്റ്റോറി പറയാനായിട്ട് പത്മകുമാർ വളരെ സ്മാർട്ടല്ലേ? ജിബു ജോക്കപ്പിനെ പറ്റി ചോദിക്കാറുണ്ടോ? ഞാനിപ്പോ എന്താ പറയണ്ടേ? മോഹൻലാലിനെ വെച്ച് പടമെടുത്തുണ്ട്, വെള്ളിമൂങ്ങ, ഓക്കെ ഇല്ലേ? ഞാൻ എന്താ പറയാന്നറിയാം, നിങ്ങൾ ഈ ഓരോരുത്തരെ പറ്റിയും ചോദിക്കുമ്പോൾ ഇവരെല്ലാവരെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും ജനത്തിന് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന GS വിജയനെ അറിയാം, രമേശ് പിഷാരടിനെ നന്നായിട്ട് അറിയാം, സമീപത്തിലെ അദ്ദേഹം ഈ മിമിക്രിയിലൊക്കെ വന്നിട്ടുള്ളതിന്റെ വൻ വിപ്ലവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷനില്. അത് തന്നെ. അപ്പൊ എന്ന് പറഞ്ഞാല് ഒരു വ്യത്യസ്ത സ്കിറ്റുകൾ കൊണ്ടുവന്നിട്ട് അതിനു മുമ്പ് ഇല്ലാത്തത് തന്നെ പല രീതിയിലുള്ള ന്യൂ കൺസെപ്റ്റ്, ഇന്നോവേറ്റീവ് കൺസെപ്റ്റുകൾ കൊണ്ടുവന്ന് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് വന്ന് ജയറാമിനെ വെച്ചിട്ടുള്ള ഭയങ്കര ഇവരെല്ലാവരും മമ്മൂട്ടിയെ വെച്ച് ഒരേ പടം ചെയ്ത ആൾക്കാരാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ബാക്കി എന്താണ് എന്ന് പറഞ്ഞാല് ഒരു തരത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെല്ലാവരും മോഹൻലാലിനെ വെച്ച് പടം ചെയ്തവരാ, അത് 5 പേരും, അല്ലെ മമ്മൂട്ടിനെ വെച്ച്, അങ്ങനെയാണ് ഈ ഇരിക്കുന്നവര് ഒക്കെ സൂപ്പർ സ്റ്റാർസിന്. കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്വഭാവം തന്നെയായിരിക്കും. ഐ മീൻ ഫൺ കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്വഭാവം തന്നെയായിരിക്കും. ബേസിക്കലി നല്ല സിനിമ എന്ന് പറയാം. ഞാൻ ഈ ചോദിക്കണതിനകത്തേക്ക് ഇൻഡസ്ട്രി ബേസ്ഡ് സിനിമ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയരുത്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിളിക്കുക? എനിക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. എന്നാൽ നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യല്ല. എന്ത് രീതിയിലുള്ളതിനെയാണ് നിങ്ങൾ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് വിളിക്കുന്നത്? നിങ്ങളുടെ ധാരണ എന്താണ്? ഇപ്പൊ ആർട്ടിനെയും അതുപോലെ തന്നെ അതിന് കുറച്ച് എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എലമെന്റ്സിനെയും കൂടി ഒരുമിപ്പിച്ച് കൊമേഴ്ഷ്യലി അതിന് പ്രസന്റ് ചെയ്യുമ്പോൾ അതിനെ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് വിളിക്കാം. ഏത് സിനിമയാണ് കൊമേഴ്ഷ്യലി അല്ലാതെ ഇപ്പൊ ഇവിടെ മലയാളത്തിലേക്ക് വരുന്ന ഇൻഡസ്ട്രിയിൽ തിയേറ്ററിൽ വരുന്നത്? കൊമേഴ്ഷ്യലി അല്ലാതെ വരുന്ന സിനിമകളുടെ ഒരു ഗണത്തിനെ നിങ്ങൾക്ക് പറയാമോ? എനിക്കൊന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ട്, നമ്മുടെ സിനിമകളുണ്ട്, ആർട്ട് ഹൗസ് സിനിമകൾ. സിനിമ ഇപ്പൊ കഥാവിശേഷൻ പോലൊരു സിനിമ, അല്ലെങ്കിൽ സേലിപ്പത്തായം പോലൊരു സിനിമ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ മതിലുകൾ പോലൊരു സിനിമ ഒക്കെ കൊമേഴ്ഷ്യലി ആളുകൾ പോയി കണ്ട് കളക്ട് ചെയ്ത സിനിമകളല്ല, പക്ഷെ അത് നല്ല സിനിമകളാണ്. യെസ്. അപ്പൊ അവരിലെ ഡയറക്ടേഴ്സ് ആരായിരുന്നു? TV ചന്ദ്രൻ, അടൂർ ഗോപാലകൃഷ്ണൻ, മനസ്സിലായോ? അതേപോലെ കാഞ്ചന സീത പോലത്തെ സിനിമ എടുത്ത അരവിന്ദ് ഇല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. ഇന്നിപ്പോ കൂടുതൽ സിനിമ എടുക്കാൻ TV ചന്ദ്രൻ ഉണ്ട്. അവരല്ലല്ലോ ഇതിന്റെ സംവിധായകര്, അല്ല. ഭരതേട്ടൻ അത് വ്യത്യസ്തമായ സിനിമകൾ എടുത്തിട്ടുണ്ട്, പത്മരാജൻ സാറ്, അങ്ങനെ. പക്ഷെ ഈ പറയുന്ന ഡയറക്ടേഴ്സ് എടുത്ത സിനിമകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഓക്കെ. നമ്മൾ ഈ സിനിമകൾ എന്തിനാണ്? നമ്മളിതിന് ജനകീയമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇവര് പോപ്പുലർ ആവണം, അല്ലേ? ആര്? ഞങ്ങളുടെ ആക്ടേഴ്സ് തിരിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. മൈൻഡിലേക്ക് വരണമെങ്കിലോ അത് കൂടുതൽ നന്നായിട്ട് വരണം. നന്നായിട്ട് നിങ്ങൾ രസിച്ച് അതിനെ കാണുകയും അവരെ രണ്ടാമത് നിങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ അവർ പിന്നീടും വന്നിട്ടുള്ള ബിസി ആയിട്ടുള്ള വ്യത്യസ്ത സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കണം.
അതിന് ഈ ഒരു മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡ് നിങ്ങൾ പറഞ്ഞ എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഞാൻ ചെയ്തെങ്കിൽ തിരുത്താലോ, തുടങ്ങാൻ പോകുന്നല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞു തന്നാൽ എനിക്കത് ആ തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. എനിക്ക് ആസ് എ പ്രേക്ഷകൻ, ആസ് എ ജേർണലിസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. അല്ല, സിനിമയിൽ അഭിനയിച്ച നടന്മാരെ സുപരിചിതമാക്കാൻ സിനിമ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല. ഈ പറയുന്ന ഒരു കോമ്പിനേഷനെ നിങ്ങൾ എങ്ങനെയാ കാണുന്നു? ഐ മീൻ ഈ ആക്ടർ ഡയറക്ടർ കോമ്പിനേഷൻ, ആക്ടർ ഡയറക്ടേഴ്സിന്റെയും ഈ ക്യാമറമാന്റെയും ടെക്നീഷ്യൻസിന്റെയും കോമ്പിനേഷനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? എനിക്ക് തോന്നുന്നു സാർ, ഇപ്പം പുതിയ ആൾക്കാരിലേക്ക് പഴയ ആളുകളുടെ പെർഫോമൻസ് വെച്ചിട്ട് അവര് മനസ്സിലാക്കിയ ഒരു മീറ്റർ ഉണ്ടാവും. ഇപ്പൊ സിദ്ദിഖ് ലാൽ സിനിമ ചെയ്യുന്നു, അവര് കണ്ടിട്ടുള്ളത് മുഴുവനും NN പിള്ള സാറിന്റെ നാടകങ്ങളാണ്. അപ്പൊ അവർക്ക് തോന്നുന്നു തിലകന് മുകളിൽ നിൽക്കാൻ കഴിവുള്ള ഒരാളെ വേണം. അപ്പൊ അവർക്ക് തോന്നുന്നു അത്രയും ശക്തിയുള്ള മനസ്സിലേക്ക്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളെ വേണം. അപ്പൊ അവർ NN പിള്ളയെ ചൂസ് ചെയ്യുന്നു. സോ അതൊരു NN പിള്ളയെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫോമില് ഗോഡ് ഫാദറിൽ കണ്ടു. അപ്പൊ അതുപോലെ ഇപ്പൊ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് നമ്മള് പലപ്പോഴും നായകന്റെ കൂടെയും നായികയുടെ കൂടെയൊക്കെ കണ്ടിട്ടുള്ള പെർഫോമേഴ്സിനെ ഇന്നത്തെ ആളുകളെ എങ്ങനെ കൺസീവ് ചെയ്യുക എന്നുള്ളതിൽ ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്. അത് ജനങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. അതാണ് നമ്മൾ ഇത് തന്നെ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒക്കെ വന്നിട്ടുള്ള അടിപൊളി പെർഫോമേഴ്സ് ആണ് ഞങ്ങളുടെ അമ്മയിലുള്ളത്. അപ്പൊ അവര് വന്ന് അവരും ഇവരും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇവരെ അസിസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ എടുക്കുന്ന ആരെയാ? പുതിയ പിള്ളേരെയാ. മനസ്സിലായോ? ഈ ഇൻഡസ്ട്രി പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പുതിയ പിള്ളേരെ നമ്മൾ എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് അസിസ്റ്റൻസ് ആയിട്ട്. അവരെയും കൂടി നമ്മൾ വന്നിട്ട് ഇതിനകത്തേക്ക് ഭാഗമാക്കുന്നുണ്ട്. അതിലൂടെ 2 ഗുണങ്ങളുണ്ട്. പുതിയ ചിന്തകൾക്ക് വന്നിട്ടുള്ള ചാൻസുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? പുതിയ രീതിയിലുള്ള അപ്രോച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അവർക്ക് ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു കണക്ഷൻ കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണ എന്താ? ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമാണോ അല്ലയോ? നിങ്ങളുടെ അഭിപ്രായം എന്താ ആസ് എ ജേർണലിസ്റ്റ്? എനിക്ക് തിരിച്ചൊരു ചോദ്യം, ഞാൻ ചില കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ കൂടിയാണ്. നമുക്കൊരു വിശകലനത്തിലേക്ക് പോവാം. നമ്മൾ ഈ വിശകലനത്തിലൂടെ നമ്മൾക്കുണ്ടാവുന്ന ഡൗട്ടുകൾ നമ്മുടെ ഓഡിയൻസിന് അത് മനസ്സിലാക്കാനും കൂടി സാധ്യമാവില്ലേ? ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങളും ദൂരീകരിച്ചു പോകുന്നത് എൻ്റെ ഒരു ചോദ്യം. എനിക്കുണ്ടാവുന്ന സംശയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു അഭിപ്രായം കൂടി കിട്ടുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങുകയാണല്ലോ, ഒരു വ്യത്യസ്തമായ രീതിയിൽ. അത് നിങ്ങൾക്ക് കാണുന്ന അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താ ഇതിൽ കാണുന്ന പ്ലസ് വീക്ക്നെസ്? ഞങ്ങൾക്ക് ആ വീക്ക്നെസ് മാറ്റാം. മനസ്സിലായി. ഇപ്പൊ ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുമ്പോഴേ, ഫാമിലിയുടെ അകത്ത് തന്നെ പല 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 ഇമോഷൻസ് ട്രാവൽ ആവുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഈ ഷോർട്ട് ഫിലിം ലവ് തീമിലാണ് ചെയ്യുന്നത്. എങ്ങനെയാ വെച്ചാൽ അടുത്തൊരു സെറ്റ് ഓഫ് ഇപ്പൊ വേറൊരു പ്ലേസിൽ നടക്കുന്ന കഥയുണ്ടെങ്കിൽ അതിന് ഹെയ്റ്റ് തീം കൊടുത്താൽ കുറച്ച് നന്നാവെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് നെറ്റ്ഫ്ലിക്സ് എല്ലാ ഡയറക്ടേഴ്സിനും വെച്ച് ആന്തോളജി പ്ലാൻ ചെയ്തപ്പോ ഒരു സ്ഥലത്ത് ഗോസ്റ്റ് സ്റ്റോറീസ് ആണ് ചെയ്തതെങ്കിൽ അപ്പുറത്തേക്ക് പോയിട്ട് പാവൈ കഥകളാണ് ചെയ്തത്. അവര് മറ്റേ ദുരഭിമാന കൊലകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫിലിംസാ അവിടെ ചെയ്തത്. ഈ ദുരഭിമാന കൊലകളും നടക്കുന്നതെല്ലാം കുടുംബത്തിനകത്താണ്. സോ ഇപ്പൊ നിങ്ങൾ ഇവിടെ ലവ് ചെയ്താൽ ലവിനെ ബേസ് ചെയ്ത്, ഐ മീൻ ബന്ധങ്ങളുടെ ഇടയിലത്തെ സ്നേഹത്തിനെ മാത്രം ബേസ് ചെയ്തൊരു സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പോൾ അതിനേക്ക് ഹെയ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ഫിലിം ചെയ്താൽ നോക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഇതുവരെ ഫാമിലിയിലെ ആളുകളും പറയാത്ത വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഫാമിലി ബന്ധങ്ങളെ പറ്റിയിട്ടും കൂടി ഇപ്പൊ ചർച്ചയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ അടുത്തിറങ്ങിയ നാരായണയുടെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയുടെ അകത്ത് അപ്പോ കസിൻസ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന 2 ആൾക്കാർ തമ്മിൽ ലവ് ഉണ്ടായാൽ എന്താ ഉണ്ടാവുക, അത് ഭയങ്കര ഇപ്പൊ ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ടുള്ള അൺകാനി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെ ബേസ് ചെയ്തിട്ട് ഒരു സെറ്റ് ചെയ്യാം. അങ്ങനെ ഫാമിലി അങ്ങനെയുള്ള ബന്ധങ്ങളും അതിനുശേഷം അവര് കല്യാണം കഴിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. സിനിമയിലുണ്ട്. ഞാൻ പേര് പറയുന്നില്ല എന്ന് മാത്രം. സിനിമയിലുണ്ട്. അപ്പൊ ആളുകൾ ബ്രദറിനെ സിസ്റ്ററിനെ ചോദിച്ച ആളുകൾ അതിനെ ചോദ്യം ചെയ്യും. പക്ഷെ അത് നടന്നിട്ടുണ്ട്. കസിൻസ്, ഫസ്റ്റ് കസിൻസ് മാരേജ് ചെയ്ത ആൾക്കാരുണ്ട്.
ഫസ്റ്റ് കസിൻസ് നമ്മുടെ ഫസ്റ്റ് കസിൻസിനെ മാരേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്, പക്ഷെ ഉണ്ട്. ബ്രദേഴ്സിന്റെ ചെയ്യാറില്ല. ചെയ്യാൻ നമ്മുടെ പാടില്ല. കൺസെപ്റ്റില് പെങ്ങളുടെ ആങ്ങളുടെ മക്കള് അങ്ങനെ ചെയ്യാന്നും ആ. അച്ഛന്റെ സൈഡിൽ പറ്റില്ല എന്നാണ്. അത് നമ്മളുണ്ടാക്കിയ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം എന്നിട്ടുള്ള, അല്ലെങ്കിൽ പ്രായ വ്യത്യാസവും ഒരു പ്രശ്നമായിരിക്കാം. അതെ, അതെ. അല്ലെങ്കിൽ പ്രായത്തിൽ എങ്ങനെ ആണ് പെണ്ണിനേക്കാളും കുറഞ്ഞ, പിന്നെ പെണ്ണ് ആണിനേക്കാളും കുറഞ്ഞിരിക്കണം, ഇതിനൊക്കെ അവർ ചോദ്യം ചെയ്യാം. ഇതിന് ഒരു ബന്ധം ഉണ്ടാവുന്നതിന് അങ്ങോട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആ സിനിമയിൽ എനിക്ക് വളരെ ഒരു ഈ പറഞ്ഞ പോയിന്റ് എനിക്ക് ഇഷ്ടം. കാരണം നമ്മൾ റിയലൈസ് ചെയ്യുന്നത് വിത്ത് ഹൂം യു ആർ കംഫർട്ടബിൾ. മനസ്സിലായ? അതുവരെയും ആരുമായിട്ട് കംഫർട്ട് ആവാത്ത രണ്ടുപേര്, അവരെ സംബന്ധിച്ചോളം വന്നിട്ട് ഈ കൺവെൻഷനിൽ ചിലപ്പോൾ വന്നിട്ടുള്ളത് കാര്യമല്ല. ബേസിക് അവരുടെ മുമ്പിൽ കണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ബീങ് കംഫർട്ടബിൾ ടു ഈച്ച് അതർ. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് അവര് അനുഭവിക്കുന്ന ആ ലോണിനെസ്സോ, അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്ന ഈ ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്നവർക്ക് വന്നിട്ട് ഒരു കൂട്ടായിട്ട് ഉണ്ടാവുന്ന ഒരു വിഷയത്തെ അതിനകത്തേക്ക് ഡീൽ ചെയ്യാൻ സാധിച്ചു അതിനകത്തേക്ക്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ പറയുന്നത് അത് എനിക്കറിയാവുന്നവരുണ്ട്. നമ്മൾ അതിനെ, കാരണം ബന്ധങ്ങളും സ്നേഹങ്ങളും മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹങ്ങളാണ്. ആ സ്നേഹങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഇപ്പോഴത്തെ സിസ്റ്ററുടെ മകളെ കേട്ട, അല്ലെങ്കിൽ മനസ്സിലായോ, അമ്മയുടെ ബ്രദറിനെ ഫസ്റ്റ് കസിൻ, അമ്മ പെങ്ങളുടെ ആണെങ്കിലും നമുക്കിവിടെ കല്യാണം ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് നമുക്ക് ഒരു സോഷ്യൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അതിർവരമ്പ് ഉണ്ടാവുന്നത്. ദേ വാണ്ടഡ് ടു ബ്രേക്ക് ഇറ്റ്. ആക്ച്വലി വന്നിട്ട് ഇറ്റ്സ് ദെയർ കൺസെപ്റ്റ് അല്ലേ? അങ്ങനെ നമ്മുടെ ഈ സിനിമയിൽ എങ്ങനെയാണ് ചെയ്യാൻ പോണെന്നുള്ളതിന് ഇതിന്റെ കഥയെക്കുറിച്ചിട്ടുള്ളത് ഞാനല്ല പറയണ്ടേ. അതിനൊരു ബേസ് എൻ്റെ സംവിധായകരും അതിന്റെ റൈറ്റേഴ്സും അവരാണ് അത് പറയേണ്ടത്. എനിക്ക് പറയാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് മാത്രമാണ്. എങ്ങനെ ഞാൻ ഇതിനെ ഒരുമിപ്പിക്കുന്നു, എങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്, ഇതിനകത്തേക്ക് ഉള്ള പ്രത്യേകതകൾ എന്താണ്, ഇതെനിക്ക് പറയാം. മാർക്കറ്റിങ്ങിന് ഇപ്പൊ നമ്മളെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ, പാവക്കൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ റെഫർ ചെയ്തു, അല്ലെങ്കിൽ വേറൊരു സിനിമേനെ നിങ്ങൾ ഹൊറർ സിനിമേനെ റെഫർ ചെയ്തു. നമ്മളിതിനകത്തേക്ക് ഒരു ഫാമിലി സ്റ്റോറീസ് പറയുന്ന ഒരു കാറ്റഗറീസിനെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ഇതിനെ യോജിപ്പിക്കുന്ന എന്താ, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള 5 ഫാമിലിയുടെ കഥയാണ്. അപ്പൊ കൊച്ചിയുടെ കൾച്ചർ ഇതിന്റെ ഒരു ഭാഗമാവുക. വന്ന് താമസിച്ചവരും കൊച്ചിയിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നവരും ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ കൊച്ചി. ഈ കൊച്ചി എന്ന് പറയുന്നത് ഇടക്കൊച്ചി മാത്രമല്ല, ഈ പ്രദേശം കൊച്ചി രാജ്യം തന്നെ നമുക്ക് കണക്കൂട്ടാം. അല്ലെങ്കിൽ എറണാകുളം ഈ പ്രദേശത്തിന്റെ പ്രാന്തപ്രദേശമാണ് അല്ലേ? അതൊരു ഏരിയയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഭക്ഷണ രീതിക്കും വന്നിട്ടുള്ളതിനകത്തേക്കും കൾച്ചറിനകത്തേക്കും എല്ലാ തരത്തിനകത്തേക്കും വേറൊരു കൊച്ചിയുടെ ഒരു റെപ്രസെന്റേഷൻ കാലാകാലങ്ങളിൽ നടന്നുപോയൊരു സംഭവം. അത് ഇതിനകത്തേക്ക് റിഫ്ലക്ട് ചെയ്യാലോ. അതൊരു സിനിമയുടെ ആവശ്യമല്ലേ? അത് തന്നെ, അതും ഇതിനകത്തൊരു പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് കാണാൻ പാടില്ലേ? അതല്ലല്ലോ മറ്റു സിനിമകളിൽ വന്നേക്കണേ. അല്ല. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത ഇതിൽ തന്നെ വന്നില്ലേ? കൾച്ചറലി സ്പെസിഫിക് ആണ് എല്ലാ സിനിമകളും. അല്ല, കൾച്ചറലി സ്പെസിഫിക് ആണ്. കൾച്ചറലി ഡെഫിനറ്റ് കൾച്ചർ ഇസ് എ പാർട്ട് ഓഫ് us. Culture is a part of us actually. Without we are living within this culture and the culture is also part of us. അല്ലേ? നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? എവിടെയാണ് താങ്കളുടെ വീട്? എവിടെയാ? തൃശ്ശൂര്. നിങ്ങൾ എന്ത് പ്രവർത്തനത്തിനകത്തേക്കും നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് ഒരു തൃശ്ശൂർക്കാരന്റെ ഒരു സംഭവം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അത് തന്നെയാ. തൃശ്ശൂരൊക്കെ കൊച്ചിയുടെ ഭാഗമാണ്. പഴയ തലസ്ഥാന കൊച്ചിയുടെ ശക്തമ്പുരാന്റെ കാലത്ത് സാംസ്കാരിക പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ ഫേവറേറ്റ് ഡയറക്ടറും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ന്യൂ വേവ് കൊണ്ടുവന്നൊക്കെ സാർ പലപ്പോഴും പറയുന്നത് ആഷിഖ് കപൂറാണല്ലോ. ആഷിഖ് കപൂറിനെ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയില്ല? എന്തുകൊണ്ട്? ഞാൻ ആഷിഖ് കപൂറിലൂടെയാണ് ഞാൻ രണ്ടാമത് വന്നത്. ഞാൻ ആഷിഖ് കപൂറായിട്ട് വളരെയധികം ബന്ധമുണ്ട്. മനസ്സിലായോ? കാരണം എന്ന് പറഞ്ഞാല് ഇടുക്കി ഗോൾഡ് ഞാൻ പലപ്പോഴും ആഷിഖെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫാമിലി സബ്ജക്റ്റാന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ 2 മക്കളും ഞാനും ഉണ്ട് അതിനകത്ത്.
മനസ്സിലായ? ആഷിഖിന്റെ ചീഫ് അസോസിയേറ്റ് എന്റെ മൂത്ത മകനാണ്, അഭിനയിച്ചിട്ടുണ്ട്. ഇളയ മകൻ അതിനകത്ത് പ്രതാപോധന്റെ ചെറുപ്പത്തിലെ വേഷം അഭിനയിച്ചേക്കുന്നത് എന്റെ ഇളയ മകനാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോകുന്നത് ഒരു ഫാമിലി ആയിട്ടാണ്. എന്റെ 2 മക്കളും ഞാനും ആ സിനിമയുടെ ഭാഗമായിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ ആഷിഖിന്റെ. അതില് മൂത്തവൻ ആഷിഖിന്റെ കൂടെ അങ്ങ് ചേരുകയാണ് അതോടുകൂടി, ആ പടത്തോടുകൂടി. അങ്ങനെ ആഷിഖിന്റെ കൂടെ തന്നെയാണ് അവൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവനും എൻ്റെ മകനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആത്മബന്ധമുണ്ട് ഇതിനകത്ത്. ഇത് മാഗ്ഡയായിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് അന്ന് മാഗ്ഡയിൽ ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് അന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ളതിനകത്ത് ആഷിഖുമായിട്ട് ഡെഫിനറ്റ് ആയിട്ട് ഇത് ചെയ്യും. ഒരു ദിവസം ആഷിഖിന് താല്പര്യമുണ്ട്, ആഷിഖ് അതിനകത്ത് സമ്മതിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആഷിഖുമായിട്ട് ചെയ്തതിനകത്ത് എന്താ മടിയുള്ളത്? കാരണം ഞങ്ങൾ അത്രയധികം ആത്മബന്ധമുള്ള ഒരാൾ. എനിക്ക് ആഷിഖിനോട് കടപ്പാടും കൂടി ഉണ്ട്. എൻ്റെ റീ എൻട്രി ഞാൻ ആഷിഖിലൂടെയാണ്. ശ്യാം പുഷ്കർ, ആഷിഖ് എന്നിവരിലൂടെയാണ് ഞാൻ എൻ്റെ ദിലീഷ് നായർ ഇവരിലൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇവരുമായിട്ടുള്ള ബന്ധം ഞാൻ ഇപ്പോഴും, ഞാൻ എൻ്റെ മകൻ അവിടെയല്ലേ നിൽക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അത് അവിടെ അല്ല ഞാൻ ഈ പറഞ്ഞ സിനിമയുടെ ഒരു സിനിമയുടെ ഒരു ജോണർ വേറെയല്ലേ. നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സിനിമകൾ എടുത്ത ആൾക്കാരെ ഇതിനകത്താണ് അല്ലേ. വെള്ളിഭൂമി ആയാലും മെക്കാട്ടിനായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരു വ്യത്യസ്ത സിനിമയാണ്. ആഷിഖിൻ്റെ ഇത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയുടെ ശൈലിയുടെ ഭാഗം തന്നെയാണ് ആഷിഖിൻ്റെ അതിനകത്തേക്ക്. ഈവൻ നമ്മൾ ഫുഡെല്ലാം വന്നിട്ടുള്ള കൾച്ചർ വരെയും കൊണ്ടുവന്നത്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ കൾച്ചറിനെയൊക്കെ വന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് ശരിക്കും. ഇടുക്കിനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു ഇടുക്കി കൊണ്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇടുക്കിയിലേക്ക് പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അതേപോലെ തന്നെ ഈ തട്ടുകട ഭക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള അത് തന്നെ തട്ടിക്കുട്ട് ദോശ എന്താ ആണാ അത് തന്നെയല്ലേ അത് അന്വേഷിച്ച് നടന്ന ആൾക്കാരെ അല്ലേ. തട്ടിക്കൂട്ട് തന്നെയാണ് ഞാൻ ആ പേര് തട്ടിൽക്കൂട്ട് തട്ടിൽക്കൂട്ട് ദോശ. അങ്ങനത്തെ ഒരു സാധനത്തിനെ അന്ന് അന്വേഷിച്ച് നടന്ന ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു ഇൻട്രഡക്ഷൻ, പിന്നെ അതിന് വളരെ വ്യത്യസ്തമായ സ്റ്റോറി. ഇവരുടെ കോമ്പിനേഷൻ ശ്യാം പുഷ്കർ, ദിലീഷ് നായർ ആൻഡ് ആഷിഖ് അബു വളരെ വ്യത്യസ്തമായ ഒരു കോമ്പിനേഷനായിരുന്നു ശരിക്കും മലയാള സിനിമയ്ക്ക്. ഈ റൈറ്റർ എന്നുള്ള രീതിയിൽ ഈ പലരെയും ശ്യാം പുഷ്കറിന് വിഷ്വലി സിനിമകൾ എഴുതിയതിന്റെ ഒരു പയനിയർ ആയിട്ട് പലപ്പോഴും പറയാറുണ്ട്. അതിനു മുമ്പ് വരെയുള്ള മലയാള സിനിമ കുറച്ചുകൂടി ഡയലോഗ്സിലാണ് റിലേ ചെയ്തിരുന്നത്. ശ്യാം പുഷ്കറിന്റെ അവിടെ തൊട്ടിട്ടാണ് അത് കുറച്ചുകൂടി വിഷ്വലി ആവുന്നതെന്നൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട് സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ. ശ്യാം പുഷ്കർ എന്നുള്ള റൈറ്ററിനെ രവീന്ദ്രൻ സാർ എങ്ങനെ കാണുന്നത്? എനിക്ക് തോന്നുന്നു 2 നാഷണൽ അവാർഡ് വിന്നറല്ലേ. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ വിലയിരുത്തി. നിങ്ങൾ എന്തൊരു പാർട്ടിയാണ് എനിക്കൊരു റീ എൻട്രി എന്നൊരാളെ ഞാൻ എന്ത് രീതിയിലാണ് വിലയിരുത്തേണ്ടതെന്നൊന്ന് പറഞ്ഞതാ. അത് ഞാൻ ആ രീതിയിൽ പറയാം. 2 വർഷം നാഷണൽ അവാർഡ് കിട്ടിയേക്കട ജനങ്ങളുടെ ഇടയിലേക്ക് അത്രയധികം കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തുള്ള സിനിമയിലൂടെ വന്ന് ജനങ്ങളെ വന്നിട്ട്, അതേപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരം, ഇടുക്കി ഗോൾഡ്, ഇത്തരം അതേപോലെ ലൈക്ക് 22 ഫീമെയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കാഴ്ചവെച്ച എഴുതിയിട്ടുള്ള ഒരാളാണ് ആക്ച്വലി ശ്യാം പുഷ്കർ. ഞാൻ എന്ത് രീതിയിൽ വിലയിരുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്കത് വേറൊരു പ്രോഗ്രാം ചെയ്യാം. ഞാൻ സിനിമയെ കുറിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അത് ഷുവറായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ 100% നമുക്ക് ഫാമിലി സ്റ്റോറീസ് പറയുവാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് വന്നിട്ടുള്ള ഒരു ഫാമിലി സ്റ്റോറി അല്ലേ. ശ്യാം പുഷ്കറിന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു ഫാമിലി സ്റ്റോറി അല്ലേ. പിന്നെ വിഷ്വലി അഫ്കോഴ്സ് വിഷ്വലി എഴുതുന്നതിനേക്കാളും കൂടുതൽ പുള്ളി അദ്ദേഹം നോക്കുന്നത് എക്സാക്ട് ദ മിസ്സിംഗ് സീൻ എന്ന് പറയും. നമ്മള് മനസ്സിലായില്ലേ? യെസ്, ദാറ്റ് ഓൾ ദാറ്റ് എവറി മൂവ്മെന്റ്, ലൈറ്റിങ്, പ്രോപ്പർട്ടീസ്, ഇതിനെ കുറിച്ചെല്ലാം വന്നിട്ട് ശ്യാം പുഷ്കർ വളരെ ബോധവാനായിരിക്കും അദ്ദേഹത്തിന്റെ കഥ എഴുതുമ്പോൾ. അപ്പൊ അത് ഒരു വ്യത്യാസമാണ്. പക്ഷെ വിഷ്വലി ടെല്ലിംഗ് സിനിമകൾ നമുക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമകളും അതായത് ഭരതന്റെ സിനിമകൾ വിഷ്വലി പവർഫുൾ അല്ലേ? ആണോ? പിന്നെ അല്ല, നിങ്ങൾ തന്നെ രണ്ടും പറയണം. അങ്ങനല്ല, അല്ല പിന്നെ ഡയലോഗ്സിൽ കുറെ റിലേ ചെയ്തിരുന്നു ഒരു സമയത്ത്.
അതുണ്ടാവുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ആ, ഒരു ആ, കാലഘട്ടത്തിൽ. ആ, ആ. ഞാൻ പറഞ്ഞ IV ശിശുവിന്റെ സിനിമകൾ വന്നിട്ടുള്ളതിനകത്ത് വളരെയധികം ഡ്രാമ നന്നായിട്ട് ആ. ചെയ്തിട്ടില്ലേ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ പക്ഷെ അവിടെയും ഇപ്പൊ പത്മരാജനെ ഡയലോഗ്സ് ഞാൻ ചോദിച്ചോട്ടെ, ബാക്കിങ്ങിന്. ഇമോഷൻസിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തിരുന്ന ഒരു റൈറ്റർ അല്ലായിരുന്നോ എന്നുള്ളത്. നമുക്ക് ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. 80-ല് പത്മരാജൻ സാർ, ലോഹിതദാസ്, MT, അതിന് ശേഷം വന്നിട്ടുള്ളതിന് വ്യത്യസ്തമായിട്ടുള്ളതിന് ഡെന്നീസ് ജോസഫ്, ഇവരെല്ലാം വന്നിട്ടുള്ളതിന് അതിൻ്റെ സൂപ്പർ ഹിറ്റ് ഫിലിമുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഈവൻ കല്ലൂർ ഡെന്നീസ്, അങ്ങനെ SN സ്വാമി, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജോണേഴ്സുകൾ ജനങ്ങൾക്ക് സമ്മാനിച്ച് അതേപോലെ തന്നെ ആ പടങ്ങളെല്ലാം ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് പോയിട്ടുള്ള സിനിമകൾ കൂടിയാണ്. അങ്ങനെ ഒരു ഒറ്റയടിക്ക് നിങ്ങൾ ഡയലോഗ് ഓറിയന്റഡ് സിനിമയായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് മലയാള സിനിമയെ അങ്ങനെ നിങ്ങൾ മാറ്റില്ല. കാരണം മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു സുവർണകാലമായിട്ട് കാണുന്നത് 80-ലെ സിനിമയാണ്. മലയാള 80-ലെ സിനിമകൾ ഇന്നും വന്നിട്ട് ആൾക്കാർ കാണുന്നത് ഏതാണ്? ഇന്നൊരു കൾട്ട് സിനിമയായിട്ട് കണ്ടത് ഏതാ? തൂവാനത്തുമ്പി ആണോ? ഓക്കെ, അതല്ലേ. ഇപ്പൊ ഒന്ന് ഇറങ്ങിയതില് ഒരുപാട് നമ്മൾ റീമേക്ക് ചെയ്ത് വന്നെങ്കിലും ദേവദൂത് ഇപ്പോഴും വന്ന് ഓഡിയൻസ് പണ്ടത്തെക്കാളും കൂടുതൽ സ്വീകരിച്ചോ? അപ്പോഴോ അന്ന് സ്വീകരിച്ചതിനേക്കാളും കൂടുതൽ അത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയായിട്ടാണ് മാറിയത് സിബിയുടെ സിനിമ, അല്ലേ? സിബിനെ പോലുള്ള ഡയറക്ടറൊക്കെ തിരിച്ചു വരേണ്ട ഒരു സമയമായി കഴിഞ്ഞു, അറിയാവോ? അപ്പൊ ഇതിൽ ഡെഫിനറ്റ് ആയിട്ട് മെന്റേഴ്സ് ആയിട്ടുണ്ട്. സിബി ഉണ്ട്, കമലുണ്ട്, രഞ്ജി പണിക്കരുണ്ട്, അന്നത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സ് മുഴുവൻ. കാരണം അവരുടെയൊക്കെ ഒരു അഡ്വൈസ് ഇതിനകത്ത് ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? പി ചന്ദ്രകുമാർ ഉണ്ട്, 150ഓളം സിനിമ എടുത്ത പി ചന്ദ്രകുമാർ ഉണ്ട്. പിന്നെ പ്രൊഡക്ഷനിലെ ഏറ്റവും നല്ല പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളാണ് സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ ഇതിന്റെ അഡ്വൈസറായിട്ട് മെന്ററായിട്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ വന്നിട്ടുള്ളതിന് ഒരു കാഴ്ച എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയിൽ ഉണ്ടായാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതിനകത്തൊരു ജോലിക്കാരനായിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. എൻ്റെ ജോബ് കോർഡിനേഷൻസ്, കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായ എന്ന് തന്നെയായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഞാൻ. കാരണം ഇവരെല്ലാം ഒരുമിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. ഓരോരുത്തരിലും ഓരോ കാര്യങ്ങളും ഒരു നിമിത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ മോഹൻലാലിൻ്റെ മനസ്സിനെടുത്ത് ഇവരിലേക്ക് എത്തിച്ച് ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി അതിനെ നമ്മൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുക. ഇതാണ് എൻ്റെ ദൗത്യം. ഞാൻ പറഞ്ഞ മനസ്സിലായ? മോഹൻലാലിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തിന് ഞങ്ങൾക്ക് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ നമ്മളെടുത്ത് അതിന് വേണ്ട ആൾക്കാരെ എല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഹിറ്റ് മേക്കേഴ്സിനെയും ബെസ്റ്റ് സിനിമോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ അളപ്പനും പി സുകുമാരും ഇവരെല്ലാം ഡയറക്ടേഴ്സുമായിട്ട് നിന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ടീം വന്നിട്ടുള്ള ഒരു ഹൈ പവർ ടീമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഇൻഡസ്ട്രിയിലെ ഇതുപോലത്തെ ഒരു ടീമിന് ഇപ്പൊ ഏതാ ഉള്ളത് എന്നുള്ളത് അറിയാം. ആ ടീമിന്റെ ഒപ്പം, കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു വീക്ക്നെസ്സും അതുകൊണ്ട് ഇവർക്കൊന്നും ബാധിക്കാതിരിക്കാനായിട്ട് അതിലേക്ക് പരിചയസമ്പന്നരായ ഒരു നടന്മാർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റ് എന്താ? ഇതിനെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് താരങ്ങളില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും എന്നുള്ളതല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ അനൗൺസ്മെന്റ് ആദ്യ ഘട്ടത്തില് പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും പല ചാനൽസിലൊക്കെ വന്നൊരു അനൗൺസ്മെന്റ് രവീന്ദ്രന്റെ തിരക്കഥയിൽ ശ്രീ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നായിരുന്നു ആദ്യം. ഒന്നുമല്ല, പിന്നീടാണ് അത് ആന്തോളജി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലല്ല, രവീന്ദ്രന്റെ തിരക്കഥയൊന്നും അതിനകത്ത് വന്നില്ല. അതിനകത്ത് ഏതിലാ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ വന്നത് ആദ്യത്തെ ന്യൂസ് ഇട്ടത് മനോരമയാണ്. മനോരമയിൽ വ്യക്തമായിട്ട് വന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയണ്ടായിരുന്നു. പിന്നെ വേറെ ആരെങ്കിലും കേട്ടറിഞ്ഞിട്ട് എഴുതിയത് ഞാൻ കണ്ടില്ല. തെറ്റായ വാർത്തയായിരുന്നു. അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇല്ല ഇപ്പൊ ഇല്ല. ഞാൻ ചോദിക്കുന്നത് കാരണം അതിനുശേഷം മാതൃഭൂമി ചെയ്തു, ഇതിനെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളതിന് റിപ്പോർട്ടർ ചാനൽ ചെയ്തു, എല്ലാ ചാനലും ചെയ്തു. ഇതിൽ ഏത് ചാനലാണ് ചെയ്യാത്ത? ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ പോസ്റ്റാണ് ഞാൻ പറയുന്നത്. രവീന്ദ്രന്റെ എഴുത്തില് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, അത് മോഹൻലാല് ചെയ്യുന്ന. അതൊരു പടം നേരത്തെ വന്ന പടത്തിനെ അവര് പറഞ്ഞായിരിക്കും എന്നും എപ്പോഴും. അല്ലാതെ ഞാനിത് അങ്ങനെയുള്ള ഒരു സാധനമല്ല.
ഞാൻ ചോദിച്ചോട്ടെ, മോഹൻലാൽ ചെയർമാൻ ആണല്ലോ, ആ. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് ഈ കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ കാണാൻ പറ്റുമോ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ. കാരണം അതൊക്കെ ഇറ്റ്സ് ടു ഏർലി ആക്ച്വലി. ആ. ഇത് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇവർക്ക് വേണ്ടിയിട്ടാണ്, ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഇരിക്കുന്ന ആൾക്കാരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. ഇനി ഏതെങ്കിലും ഒരു ആക്ടർ താരങ്ങൾ ഇതിനകത്തേക്ക് വരില്ല അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നുമില്ല. കാരണം ഞാനത് അന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കട്ടെ എന്ന് അന്ന് ലാല് പറഞ്ഞ. ഞങ്ങളിത് അവതരിപ്പിച്ചേ അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് മോഹൻലാല് അവതരിപ്പിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. നമ്മൾ കൂടുതലും എനിക്ക് ടൊവിനോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൂടുതലും ഈ വർക്കില്ലാത്തവരെയാണ് അഭിനയിക്കാന്ന് പറഞ്ഞപ്പോ ലാല് പറഞ്ഞു ആരെങ്കിലും അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഹീസ് എ ചെയർമാൻ, ഹീ ഡിസൈഡ്സ് ഇറ്റ് ആക്ച്വലി. എൻ്റെ ജോബ് ഞാൻ പറഞ്ഞില്ലേ വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ വന്നിട്ട്. ഞാൻ ഇതിന്റെ ഒരു നിമിത്തമായിട്ട് നിൽക്കുന്ന ഒരുത്തരായിട്ടാണ്. അല്ലാതെ ഇപ്പൊ ഈ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫിലിം പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് എക്യുപ്മെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇതൊന്നും ശരിക്കും സത്യം പറഞ്ഞാൽ വലിയ പ്രതിഫലമൊന്നുമില്ലല്ലോ, വരുമാനമൊന്നുമില്ലല്ലോ. അല്ല അതെ അത് ഞങ്ങൾ സത്യമായിട്ട് സ്പോൺസേഴ്സ് ഉണ്ട്. സ്പോൺസേഴ്സ് വെച്ചിട്ട് തന്നെ ഞാൻ ഇപ്പൊ 19 വർഷമായി. ഞാൻ പോകാത്ത സ്ഥലമല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവരെല്ലാരും എവിടെ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അഭിനയിക്കാനുള്ളത് മുഴുവൻ അഭിനയിച്ചു കഴിയും. എന്റെ താല്പര്യം, എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ തീർത്തു കഴിഞ്ഞു. എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടല്ലോ, ഇവരുടെ ഒപ്പം ഒന്ന് ചെയ്യണം, ഇവരുടെ ഒപ്പം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആദ്യകാലത്തിൽ തന്നെ എനിക്ക് വന്നിട്ട് ശിവാജി സാറിന്റെ ഒപ്പം ആദ്യത്തെ ഞാൻ ശിവാജി സാറിന്റെ കൂടെ ഉള്ളത് എനിക്ക് ചെയ്യണ്ടെന്ന് വെച്ച് ഞാനത് ചെന്നപ്പോ എനിക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുക. എന്നെ ബാലാജി സാർ ഒരുപാട് ചീത്ത പറഞ്ഞു. ലാസ്റ്റ് വീട്ടിൽ അപ്പം മോഹനും തമ്മിലുള്ള ഒരു പടാണ്. ഞാൻ പൂജയ്ക്ക് പോയി. അവിടെ വെച്ചാണ് എനിക്ക് ടെൻഷനായത്. ഞാൻ അന്ന് ആ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോ ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ്, ഞങ്ങൾക്ക് ഇങ്ങനെ കാഷ്വൽ ആയിട്ടൊക്കെ അറിയാവുള്ളൂ. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു രീതിയല്ല. കമലഹാസനൊക്കെ ആയിട്ട് ചെയ്യുന്ന ദേവർ ഫിലിംസ് ചെന്നപ്പോ ദേവർ ഫിലിംസ് എനിക്കൊരു ഫാമിലി പോലെയായിരുന്നു. അവരായിട്ട് അങ്ങനെ എന്നെ എടുക്കുമായിരുന്നു. എൻ്റെ ചിന്നപ്പദേവരുടെ മകനുണ്ടായിരുന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മരുമകനാണ് ഡയറക്ടർ ത്യാഗരാജ സാർ. ഞങ്ങൾ തമ്മിൽ എല്ലാവരും ഈ നിർത്തി ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് നമ്മളെ കൂട്ടം അവിടെയുള്ള ഗ്രാഹങ്ങൾ ABM-ലും അതിനകത്ത് ഈസി ആയിരുന്നു എനിക്ക് കമ്പനികളിൽ വന്നിട്ട്. ഇത് വേറൊരു രീതിയുള്ളൊരു സെറ്റപ്പാണ് ശിവാജി സാറിന്റെ. അത് പഴയ കാലത്തെ സിനിമയുടെ സെറ്റപ്പിന്റെ ഒരു സാധനം ഉണ്ടല്ലോ ആ സ്റ്റുഡിയോയുടെ. അപ്പൊ പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നിശബ്ദമായിട്ട് ഇങ്ങനെ മാറിയിരിക്കും. നമുക്ക് ആ ഒരു പ്രിന്റ് ഓഫ് സൈലൻസും അങ്ങനെയൊക്കെയാണ് തന്നെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും അപ്പൊ ഇങ്ങനെ ഞാൻ പുള്ളിയോട് ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ ബാലാജി ഞങ്ങളുടെയൊക്കെ മുമ്പിൽ പോലെ പതറില്ല. അത് വലിയ പ്രൊഡ്യൂസറാണ്, രജനീനൊക്കെ വെച്ച് എടുക്കുന്നവടാ. എല്ലാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വലിയ ആക്ടറായിരുന്നല്ലോ. അപ്പൊ പുള്ളി അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ അതിനു മുമ്പ് കണ്ടേക്കണേ. ഞാൻ അങ്ങയുടെ സുജാത എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ എന്ന് പറയുന്ന നമ്മുടെ മോഹൻ ഡയറക്ട് ചെയ്ത ശാലിനിയുടെ കൂട്ടുകാരി തമിഴിലേക്ക് ആക്കിയപ്പോ എന്റെ ഡാൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പടമായിരുന്നു സെല്ലേക്ക്. അത് ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് പുള്ളി ഭയങ്കര ജോളിയായിട്ട് ഭയങ്കര നിൽക്കണ. ഈ പുള്ളി ഇങ്ങനെ പോകുന്ന ഞാനൊന്ന് ഞെട്ടി തീർന്ന് ബാലാജി ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ നിക്കണം, എനിക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ടോട്ടലി ഞാൻ എന്താണ് സീൻസ് മുഴുവൻ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. സാധാരണ അതൊരു ഫീലിംഗ് വരേണ്ടതല്ല യഥാർത്ഥത്തില്. അതെനിക്ക് രജനീകാന്തുമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടില്ല, കമലഹാസനായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഞാൻ രാമേഷ്പിലേക്ക് ഇങ്ങനെ മൂക്കി തോണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ടാക്കപ്പെട്ട അവിടുത്തെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ. കാരണം പുള്ളി ഭയങ്കര ജോലിയായിട്ട് അവിടെ തമാശയും പറഞ്ഞ് ചിരിച്ചല്ലോ തന്നെ. അപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിക്കുമല്ലേ. ഇതല്ല, ഇത് ആ സെറ്റ് ഇസഫ് ആക്ച്വലി വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, സൈലൻസ് ആണ്. അപ്പൊ ഭയങ്കര ബഹുമാനത്തിലൂടെ. അപ്പൊ
എനിക്കത് എങ്ങനെയാണെന്നുള്ളൊരു പേടിയായി. ആ എന്നെ ചെയ്തോളൂ, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു, എനിക്കെങ്ങനെ നിൽക്കട്ടെ എന്ന് തന്നെ അറിയില്ല. പിന്നെ ഞാനെങ്ങനെയാ പുള്ളിയെ പോയി ചീത്ത പറയുന്ന സീനിൽ തരാം. പിന്നെ മകനും തമ്മിലുള്ള ഭയങ്കര യുദ്ധമുള്ള സാധനമാണ്, ഭയങ്കര ടഫ് ക്യാരക്ടറാണ് കൽത്തു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്നോ, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നോ. ഞാൻ അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ നമ്മൾ കംഫർട്ടബിൾ ആയിരുന്നു വേണമല്ലോ. ഞാൻ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ സെറ്റിൽ പോകുമ്പോൾ ഇപ്പം നിങ്ങളായിട്ട് ആരെയൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് ജീവിച്ച് പരിചയമുള്ളവനാണ് ഞാൻ. ലൈക്ക് ഞാനൊരു കൂട്ടിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം വളരെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതാവും. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെന്തെങ്കിലും ഞാൻ പിന്നെ അത്രക്കധികം നന്നായിട്ട് തമിഴ് സംസാരിക്കാത്തവനാണ്. അപ്പോൾ ഇങ്ങേര് ഇനി അതിനകത്ത് ചൂടായാലോ? മനസ്സിലായില്ലേ? സ്റ്റുഡിയോൻ്റെ ഉള്ളിലുള്ള സാധനം അതിനകത്ത് ടോട്ടലി ഞാൻ എനിക്ക് അതിനകത്തേക്കുള്ള ആ കംഫർട്ട് എനിക്ക് വന്നിട്ടുള്ളത് അതിനകത്ത് പേടിയായി. അപ്പോൾ യെസ് ഇറ്റ്സ് ബെറ്റർ ആക്ച്വലി ഉണ്ടല്ലോ നമ്മൾ എനിക്ക് ഞാൻ അഭിനയിക്കാൻ വന്നത് റിലാക്സ് ചെയ്തിട്ട് അഭിനയിക്കുന്ന ഒരു രീതി എനിക്കിഷ്ടമാണ്. കൈയും കാലൊക്കെ എടുത്തിട്ട് അതിങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഈസി മട്ടിലേക്ക് എനിക്ക് പോകണം എന്നുള്ളത് അതിനകത്തേക്ക് വന്നത്. അല്ലാതെ ഞാൻ ആക്ടിങ്ങിനെ അങ്ങനെ കണ്ടത് ഞാൻ എൻ്റർടൈനർ ബേസിക്കലി. ഒരു അതിൽ നമ്മൾ ഉള്ളിൽ നിന്ന് രസിച്ച് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ സാധനം കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അതിപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ ബോഡി ലാംഗ്വേജിനെ ഞാൻ രസിച്ചേ ചെയ്യും. എന്തും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം അതിന് നമുക്കൊരു കംഫർട്ട് ഉണ്ടാവണം ശരിക്കും. ലൈക്ക് നമ്മളൊരു ചെറിയൊരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പ്രവർത്തിക്കാം. അത് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നിടത്തും അങ്ങനെ ഭയങ്കര ഒരു ടെൻസ്ഡ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ വന്നിട്ട് ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് പറയാവോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷൻ ചെയ്യാവോ എന്നൊക്കെ തോന്നലുണ്ടാവും. പക്ഷെ ഞാൻ പിന്നീട് അദ്ദേഹത്തിന്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ആർജിച്ചു കഴിഞ്ഞു. ഞാൻ അന്ന് വന്ന സമയമല്ലേ ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ തന്നെ ഞാൻ അതിന്റെ മുഴുവനും അത് തന്നെ ഒരുപാട് ചീത്തപ്പേര് കേട്ടു. ഞാൻ ഇതിന് വിട്ടതിന് ഇല്ലാത്ത കഥകൾ മുഴുവനും വന്നു. എന്റെ അഹംഭാവത്തിന്റെ ഭാവമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥ വന്നു. ഞാൻ പിന്നെ വായിക്കാതായി പത്രം മാത്രം അല്ല വായിച്ചാലേ പ്രശ്നമുള്ളൂ. കംപ്ലീറ്റ് ചെയ്ത കുഴപ്പമില്ല. ഞാൻ അതിനെ വാഴിക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകനായിട്ട് പിന്നെ അഭിനയിച്ചു. അപ്പൊ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ പറഞ്ഞ അപ്പോഴത്തേക്കും എങ്ങനെയാണ് ഇൻഡസ്ട്രി എന്നുള്ളതിനെ കുറച്ചും കൂടി എനിക്ക് വന്നിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് അത് ഈസി ആയിരുന്നു.